ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃതയുഗമുഖ ഛായകളെ തീരത്തു മത്സരിച്ചു മരിക്കുമീ തിരകളും നിങ്ങളും ഒരുപോലെ. മലയാള ചലച്ചിത്ര ഗാനശാഖയുടെ ചരിത്രം പരിശോധിച്ച് അതിമനോഹരങ്ങളായ അനവധി ഗാനങ്ങൾ കേൾക്കാം. പ്രഗത്ഭരായ ഗാനരചയിതാക്കളെയും നമുക്ക് കാണാം. അതിൽ നിന്ന് വയലാറിന് മാത്രം അടർത്തിയെടുത്ത് വയലാറിൻ്റെ പാട്ടുകളിലൂടെ സഞ്ചരിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ട്? പ്രത്യേകിച്ച് കാരണം ഉണ്ടാകുന്ന വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് നമ്മൾ റേഡിയോയിലൂടെ എപ്പോഴും കേൾക്കുന്നൊരു ശബ്ദമുണ്ട്, ഗാനങ്ങൾ വയലാർ, സംഗീതം ദേവരാജന്മാർ, ഇങ്ങനെ തുടങ്ങി. അപ്പം അങ്ങനെയാണ് ഇത് സ്വാധീനിച്ചത്. അപ്പം അന്ന് ഈ പാട്ടുകളൊക്കെ വളരെയധികം മനസ്സിനെ സ്പർശിച്ചു. അപ്പോൾ വയലാർ ആരാണെന്ന് നമുക്കറിയാം. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ അദ്ദേഹം മരിച്ചു, 75 കാലഘട്ടത്തിൽ അദ്ദേഹം പോയി. പിന്നീട് നമ്മൾ റേഡിയോയിലൂടെ എല്ലാം കിട്ടുന്നത് ടേപ്പ് റെക്കോർഡിലൊക്കെയാണ് ഇങ്ങനെ ഒരു ടീം വർക്കിലൂടെ. അപ്പോൾ എന്താ പറയുക, വയലാർ, ദേവരാജൻ, ഇതിലൂടെ ജനിക്കുന്ന പാട്ടുകൾ. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള വരികളും സംഗീതവും, ദാസേട്ടൻ്റെ ആലാപനവും, അതിനേക്കാളപ്പുറം പ്രേംനസീർ സാറിൻ്റെ ആക്ടിങ് കൂടെ കൂടും സിനിമ കാണുമ്പോൾ. അങ്ങനെയാണ് ഇത് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്. അപ്പോൾ ആ പാട്ടുകൾക്ക് മരണമില്ല എന്നെനിക്ക് അന്ന് ആ കാലത്ത് തന്നെ തോന്നിയിരുന്നത് തന്നെയാണ്. എത്ര കേട്ടാലും മതി വരാത്ത പാട്ടുകൾ. അങ്ങനെയാണ് അതൊരു ഇഷ്ടം തോന്നി. അത് പിന്നെ ഉള്ളിലേക്ക് അത് ഏറ്റെടുക്കിയിരുന്നത്. വയലാർ ആ കാലത്ത് കവിതകളും എഴുതിയിരുന്നു. അതെ അതെ അതെ. ആ കവിതകൾ പാടാറുണ്ടോ? അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കവിതകൾ തന്നെയാണ്. മനുഷ്യൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് വയലാർ എഴുതിയൊരു പാട്ടുണ്ട്. ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃതയുഗമുഖ ഛായകളെ തീരത്തു മത്സരിച്ചു മരിക്കുമീ തിരകളും നിങ്ങളും ഒരുപോലെ. ഞാൻ എന്ന ഭാവങ്ങളെ ആകാശഗോപുരത്തിൻ മുകളിലുദി ചോരാദിത്യ ബിംബമിതാ കടലിൽ മുങ്ങി 1000 ഉറുമികളൂരി വീശി അമ്പരപ്പടവിനു മതിലു കെട്ടി പകൽവാണ പെരുമാളിൻ രാജഭാരം വെറും 15 നാഴിക മാത്രം. മിമിക്രിയും ഒരു സംഭവമായിട്ട് കൊണ്ടുവരുന്നില്ല? അതെ 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 അതെ. മിമിക്രി, ചിത്രരചന, നാടകമൊക്കെ ആയിട്ട് ഈ നാടകവേദിയിൽ ധാരാളം ഒരു 8 വർഷത്തോളം പ്രൊഫഷണൽ നാടകത്തിൽ അങ്ങനെ പല ട്രൂപ്പിൽ കളിച്ചിട്ടുണ്ട്. രാജൻ പി ദേവുമായിട്ടുള്ളൊരു രാജൻ പി ദേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 88 കൊച്ചിൻ സനാതനം എന്ന് പറഞ്ഞൊരു ട്രൂപ്പ്, അന്നത്തെ ഒരു പ്രൊഫഷണൽ ട്രൂപ്പായിരുന്നു. അപ്പോൾ അതിൽ ആലപ്പി പൊന്നപ്പൻ്റെ സ്ക്രിപ്റ്റ് രാജൻ പി ദേവാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അന്ന് രാജൻ പി ദേവ് സിനിമയിൽ കയറിയിട്ടില്ല 88 കാലഘട്ടത്തിൽ. അപ്പം അതിൽ ഒരു മുഖ്യ വേഷം അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിക്കുകയും ഞാനതിൽ അഭിനയിച്ചു. അന്ന് രാജേട്ടനോട് നല്ല കമ്പനിയായി. അപ്പോൾ അന്ന് രാജേട്ടൻ പറഞ്ഞു, നീ പെട്ടെന്ന് സ്ക്രിപ്റ്റ് പഠിക്കും, അപ്പോൾ അതൊരു ഭാഗ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന ദിവസം പിറ്റേ ദിവസം തന്നെ ഈ നാടകം മൊത്തം ബൈഹാർട്ടായി. അപ്പോൾ ആരെങ്കിലും ഇല്ലാതെ നമ്മൾ ഡൂപ്പ് കയറി കളിക്കും. അപ്പോൾ അന്ന് രാജേട്ടൻ പറയുമായിരുന്നു, നീ നല്ല നടനായി തീരും കേട്ടോ, കാരണം പെട്ടെന്ന് ഈ സാധനം പഠിക്കണം. അങ്ങനെ കുറച്ച് നാളിങ്ങനെ പ്രൊഫഷണൽ നാടകത്തിൽ നടനായിട്ട് നിന്നു. അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ഒരു പ്രത്യേക രസം അറിയാൻ പറ്റും നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖം. അത് കിട്ടും. പിന്നെ ഒരു 18 വർഷത്തോളമാണ് മിമിക്സ് പരേഡിൽ അങ്ങനെ പല ഗ്രൂപ്പിലും അങ്ങനെ നിന്നത്. ഈ ആദ്യമായിട്ട് വയലാറിൻ്റെ പാട്ട് പാടിയത് ഓർമ്മയുണ്ടോ? 70 ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു. അന്ന് മത്സരത്തിലാണ് അന്ന് ഫസ്റ്റ് കിട്ടിയത് എനിക്ക്. കാളിന്തി കണ്ണന്റെ പ്രിയ സഖി കാളിന്തി രാസവിലാസവതി രാഗിണി രാധയെ പോലെ നീ ഭാഗ്യവതി കാളിന്തി ഈ പാട്ടായിരുന്നു. വയലാറിന്റെ പാട്ടുകളെ ഇത്ര ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളെന്ന് ചോദിക്കാം. വയലാറിന്റെ പാട്ടുകൾ പാടുമ്പോൾ കിട്ടുന്ന ഒരു ഊർജം, അല്ലെങ്കിൽ ആ സമയത്ത് അനുഭവിക്കുന്ന വികാരം, അത് ജനങ്ങൾക്ക് എന്നും ആ വയലാർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടവും കാര്യങ്ങളും ഉണ്ട്. അത് ഇതിൻ്റെ പാട്ടിനോടുള്ള ഒരു താല്പര്യം. അപ്പം അത് വേദിയിൽ പാടുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ്, അവരുടെ ഒക്കെ എല്ലാം മനസ്സിൽ ആ പാട്ട് കിടപ്പുണ്ട്.
ചില വ്യത്യസ്തമായ പാട്ടുകൾ വരും ചിലർ ചോദിക്കാറുണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ചൂടാമണി അനുരാഗപ്പാൽ കടൽ കടഞ്ഞു കിട്ടിയൊരാശ്ചര്യ ചൂടാമണി. ദാസേട്ടൻ സംഗീതം ചെയ്ത പാട്ടാണ്. പല രാഗത്തിലുള്ള പാട്ടുകൾ ഉണ്ടാവും. അതിൽ ഏറ്റവും ജനത്തിന് കൺവേ ചെയ്തിട്ടുള്ളത് ഏത് രാഗത്തിലുള്ള? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഇപ്പോൾ ചിലക്ക് മോഹനരാഗം ഇരിക്കും, ചിലക്ക് ഏറ്റവും ടെൻഷനായ ചില രാഗങ്ങളുണ്ട്. ദേശരാഗം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവം പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പം മോഹനരാഗത്തിലാണ് ദേവരാജ മാഷൊക്കെ ഏറ്റവും കൂടുതൽ. അപ്പോൾ സ്വർഗപുത്രി നവരാത്രി MSV ചെയ്ത നീലഗിരിയുടെ സഖികളെ, ഇതൊക്കെ മോഹനരാഗത്തിൽ വരുന്ന. പക്ഷെ ആളുകൾ രാഗം ഒന്നും അത്രയും മനസ്സിലാക്കിയല്ല പറഞ്ഞത്, അവർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ അതാണ് വരുവുള്ളു. വയലാറിന്റെ എല്ലാ പാട്ടുകളും ശേഖരിച്ചിട്ടുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏറെക്കുറെയുള്ള പാട്ടുകളെല്ലാം ബൈഹാർട്ടാണ്. എന്നാലും ഞാൻ ഓരോ ദിവസം പ്രതി പഠിച്ചുകൊണ്ട് ഇനിയും നമുക്ക് കിട്ടാത്ത ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശകുന്തളെ ഓമൽ ശകുന്തളെ നിന്റെ സത്രത്തിൽ അരികിലൻ സ്റ്റേറ്റുകാർ ഓടിച്ച് ദുഷന്തനെത്തി ഈ ദുഷന്തൻ. ഇത് കംപ്ലീറ്റ് കോമഡിയിലാണ്. ചുറ്റും പറക്കുന്ന വണ്ടിനെ കണ്ടിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്നു ഞാൻ. ലവ് സോങ് എഴുതാൻ കാളിദാസൻ തന്ന ലെറ്റർ പേടുകൾ തന്നു ഞാൻ. ലെറ്റർ പേടുകൾ തന്നു. ഒരു തമാശ പാട്ടാ. ഓരോ പാട്ട് പാടുമ്പോഴും അത് ഏത് വർഷമാണ്, ഏത് സിനിമയാണ്, ആര് പാടി എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആര് സംഗീതം. അതെ അതെ. ചെറുപ്പത്തിൽ അത് കണ്ട റേഡിയോയിലൂടെ കേട്ടതും സിനിമ കണ്ടു നോക്കിയാണ് നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് വന്നത്. പിന്നെ അതിനെക്കുറിച്ചുള്ളൊരു പഠനം നടത്തി. പിന്നെ എന്ത് നമ്മൾ പഠനം നടത്തിയാലും ഇത് പറയുന്ന ഓഡിയൻസ് ഏത് സമയത്ത് പറഞ്ഞത് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഈശ്വര കടാക്ഷം. അറിയുന്നമേ ഇണയറിയുന്നമേ തിരിച്ചു വരുമോ ചെന്താമരകൾ തപസിരിക്കും പൊയ്കയിൽ നീ. അറിയുന്നമേ അകിലും കൺമതവും അത്തറും നിറഞ്ഞൊരു സുഗന്ധ ശൈലത്തിൻ താഴ്വരയിൽ. രണ്ട് നസീർ സാറാ പാടി അഭിനയിച്ചത്. പക്ഷെ അത് ഇന്നും ചോദിച്ചാൽ അങ്ങനെ ഒരു പാട്ടുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട് എന്നോട്. പക്ഷെ റംസാനിലെ ചന്ദ്രി എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു വാക്കില്ല. തെക്കൻ കാറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ, ഭാസ്കര മാഷിന്റെ വരികൾ AT ഉമ്മറൊക്കെയാണ് സംഗീതം ചെയ്തത്. 3 ഗായകർ പാടിയിട്ടുണ്ട്. ദാസേട്ടൻ പാടിയിട്ടുണ്ട്, ജയേന്ദ്രൻ ചേട്ടൻ പാടിയിട്ടുണ്ട്, K പെരുമാനന്ദൻ ചേട്ടൻ പാടിയിട്ടുണ്ട്. 3 പേരും പാടി അഭിനയിച്ചിട്ടുണ്ട് മധുസാറ്. പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസു നോവഹ. ഈ പാട്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ ദാസേട്ടൻ പാടിയ യെരൂശലേമിന്റെ നന്ദിനി യഹോവ സൃഷ്ടിച്ച സുന്ദരി, ഇതറിയില്ല ആൾക്കത്. അതേ ചേട്ടൻ പാടിയ നീലമേഘങ്ങൾ നീന്താനിറങ്ങിയ വാനമാകും കളിപ്പൊയ്ക കടവിൽ. 3 പാടി അഭിനയിച്ചാണ് മധുസാറ്. പക്ഷെ ഇത് രണ്ടും ശ്രദ്ധിക്കപ്പെടാതെ KP ബ്രഹ്മാനന്ദൻ ചേട്ടൻ പാടിയ പ്രിയമുള്ളവളെ ഇന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചില പാട്ടുകളൊക്കെ പാടുമ്പോഴേ പ്രേം നസീറും സത്യനും മൻസൂറും ഇങ്ങനെ നടന്നു. അത് പണ്ടാ മിമിക്രി ചെയ്തതിന് ചെറിയൊരു സാധനം മനസ്സിൽ കിടപ്പുണ്ടല്ലോ, മൻസൂർന്ന് പോയിട്ട്. അപ്പൊ ഒന്ന് അവരുടെ ചെറിയൊരു മാനറിസം ഒക്കെ ഒന്ന് കാണിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. കാരണം എന്താന്ന് വെച്ചാല് നസീർ സാർ പാടി അഭിനയിച്ചതും ജയൻ ചേട്ടൻ പാടി അഭിനയിച്ചതും അതുപോലെ സത്യമാഷ് പാടി അഭിനയിച്ചൊക്കെ ഒന്നും ചെറുതായിട്ട് വികലമാക്കാത്ത രീതിയിൽ. കാരണം നമ്മൾ വികലമാക്കി ആ സാധനം കയ്യിൽ നിന്ന് പോകും. പാട്ട് ശ്രദ്ധിക്കണം, എന്നാൽ നസീർ സാറിന്റെ കുറച്ച് മാനറിസം നമ്മൾ കാണിക്കുമ്പോൾ അത് ആളുകൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. ഈ വയലാറിന്റെ പാട്ടുകൾ പാടുന്നത് പോലെ തന്നെ വയലാറിന്റെ കുടുംബത്തിലൊരു അംഗമാണല്ലോ. അതെ അതെ അതെ. എങ്ങനെയാണ് അവിടേക്ക് എത്തിച്ചേർന്നത്? അതും ആ പാട്ടുകൾ കൊണ്ട് തന്നെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരിക്കലും അവിടെ ചെന്നു. അപ്പോൾ അവിടെ അമ്മ ഭാരതി തമ്പുരാട്ടി, എൻ്റെ അമ്മ, ചേട്ടൻ ശരത്ചന്ദ്രവർമ്മ, പിന്നെ അവിടുത്തെ 3 സഹോദരിമാർ ഇന്ദുലേഖ, യമുന, സിന്ധു, എൻ്റെ ശരത്തേട്ടൻ്റെ ഭാര്യ ശ്രീജ, പിന്നെ അവിടുത്തെ കൊച്ചുമക്കൾ എല്ലാവരും ഉണ്ട്. അങ്ങനെ അവിടെ ചെന്ന് മണിക്കൂറോളം ഇരുന്ന് അങ്ങോട്ട് പാടി. അപ്പം അന്നമ്മ പറഞ്ഞു ഇനി അച്ഛനെന്ന് വിളിച്ചാൽ മതി. അങ്ങനെ പിന്നെ ആ കുടുംബത്തോട് നല്ല ബന്ധമായി. പിന്നെ എനിക്ക് വയലാർ അച്ഛനായിട്ട് മാറി. അവർ പറയുമ്പോൾ പിന്നെ അവരെന്നെ മനുവർമ്മ എന്ന അമ്മ പേരിടുകയും മനുവർമ്മ 2015 വയലാറിൻ്റെ 40ാം ചരമവാർഷികത്തിന് അന്ന് എനിക്ക് മണ്ഡപത്തിൽ വെച്ച് എൻ്റെ അമ്മയും ചേട്ടനും എല്ലാവരും എന്നെ അണിയിച്ചതാണ് ഈ വയലാറെന്ന് എഴുതിയ ഈ സ്വർണ്ണമോതിരം. ഇതിൽ വയലാറെന്നാണ് എഴുതിയേക്കുന്നത്, അമ്മ അണിയിച്ചതെന്നാണ്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വയലാർ എന്ന ആ മഹാനായ കവിയുടെ ഗാനങ്ങൾ കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഒരു ജീവിതം ഉണ്ടാക്കിയത്. ഞാൻ വീട് വെച്ചതും മക്കളെ പഠിപ്പിച്ചതും അവരുടെ വിവാഹം നടത്തിയതും എല്ലാം വയലാർ എന്നുള്ള ഒരൊറ്റ. അതുകൊണ്ട് കഴിഞ്ഞ 2 വർഷം മുമ്പ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുസ്തകം ഇറക്കി, വയലാർ യുഗമുണർത്തിയ കവി എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇറക്കി. അപ്പോൾ അവിടെ നിന്ന് എന്നെ വിളിച്ചു. അപ്പോൾ ശ്രീകുമാർ തമ്പി സാറ്, നമ്മുടെ ജയകുമാർ IAS സാറുണ്ട്, പന്നിയൻ രവീന്ദ്ര മാഷുണ്ട്, പീരപ്പൻകുടി, ഇവരോടൊപ്പം വയലാറിനെ കുറിച്ച് 5 പേജ് എഴുതാനുള്ള ഭാഗ്യം എനിക്ക് വന്നു. എന്നെ വിളിച്ചു, 5 പേജാണ്. അപ്പം ഞാൻ നേരെ ശരത്തേട്ടനെ വിളിച്ചു. ചേട്ടൻ ഇങ്ങനെ അവർ വിളിച്ചത്. അപ്പോൾ എന്നോട് ചേട്ടൻ പറഞ്ഞതാണ്, നിനക്ക് എഴുതാനുള്ള അവകാശമുണ്ട്, എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതിയത് ശില്പഗോപുരം തുറന്നു നിന്ന എൻ്റെ വയലാർ അച്ഛൻ. ഇതാണ് ഞാൻ എഴുതിയത്, 5 പേജ്. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യമാണ്. ആ മഹാരഥന്മാരോടൊപ്പം, അതായത് തമ്പി സാറിൻ്റെ ഒക്കെ ഒപ്പം തന്നെ 5 പേജ് വയലാർ എന്ന മനുഷ്യനെ കുറിച്ച് എഴുതാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനെപ്പോഴും പറയും, ദാസേട്ടൻ പാടാൻ വേണ്ടി ദൈവം ഭൂമിയിലൊക്കെ പറഞ്ഞു വിട്ട ഗന്ധർവനാണെങ്കിൽ, പാടി അഭിനയിക്കാൻ ദൈവം ഭൂമിയിലൊക്കെ പറഞ്ഞു വിട്ട ഗന്ധർവനാണ് നസീർ സാർ. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പാടുക. അപ്പോൾ ആ നസീർ സാറിൻ്റെ 33ാമത്തെ ചരമവാർഷിക ദിനത്തിൽ കൊച്ചിയിൽ വെച്ച് വയലാർ എഴുതി, ദേവരാജൻ മാസ്റ്റർ സംഗീതം ചെയ്ത്, ദാസേട്ടൻ പാടി, നസീർ സാറ് പാടി അഭിനയിച്ച 34 ഗാനങ്ങൾ. അങ്ങനെ അതൊരു 3.5 മണിക്കൂർ പാടി. അങ്ങനെ ഇത്ര റെക്കോർഡ്, അതാണ് റെക്കോർഡ്. ഇപ്പൊ 24 റെക്കോർഡ്. 24 റെക്കോർഡ്. ഈ ആർക്കും ഒരു തെറ്റും കണ്ടുപിടിക്കാൻ കഴിയാതെ ഇത്ര അധികം പാട്ടുകൾ ഇത്രയും മണിക്കൂർ നിന്ന് പാടാൻ കഴിയുന്നത് നമ്മുടെ മനസ്സിലാകുന്ന ആവിൽ വരുന്നൊരു സാധനം, ഒരു ജസ്റ്റ് ഒന്നും പാളിപ്പോയാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ ഇതൊക്കെ ഈശ്വര കടാക്ഷം, ഈശ്വരന്റെ വരദാനം ഉണ്ടെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ പാലിച്ച് ആ കറക്റ്റ് ആ വരികളിലൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അവിടെ ഒരു വരി പോയാൽ തീർന്ന്. ഇവിടെ എറണാകുളത്ത് ഒരു വലിയൊരു തറവാടുണ്ടായിരുന്നു, കേളമംഗലം തറവാട്. ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന പഴയൊരു വീടാണ്. ആ വീടിൻ്റെ ഒരു വത്സലാമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ ഒരിക്കലും ഞാനൊരു സീരിയൽ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഗ്യാപ്പിലെ ടൈമിൽ പാട്ട് പാടിയപ്പോൾ അമ്മ വന്ന് പരിചയപ്പെട്ടു. അന്നുമല്ല ആ കുടുംബത്തിലൊരു അംഗമായി. അങ്ങനെ ആ അമ്മയുടെ 60ാമത്തെ പിറന്നാളിന് എൻ്റെ ഈ പ്രോഗ്രാം വെച്ചു. അന്നാണ് ഞാൻ മറ്റുള്ള ഗാനങ്ങളൊന്നും വിട്ടിട്ട് ഒറ്റയ്ക്കുള്ളൊരു പ്രോഗ്രാം തുടങ്ങിയത്. അവിടെ നിന്നാണ്. അതൊരു നല്ല തുടങ്ങുകയും അതിനുശേഷം പിന്നെ 2006 ആദ്യത്തെ റൗണ്ട് 5 മണിക്കൂർ ബൈഹാട്ട് പാടി, പിന്നെ അത് 7 മണിക്കൂറാക്കി, പിന്നെ 10 മണിക്കൂറാക്കി, പിന്നെ ഇങ്ങനെ 15 മണിക്കൂർ. അങ്ങനെയാണ് ഘട്ടം ഘട്ടമായിട്ട് ഇതിങ്ങനെ ചെയ്തത്. ജേട്ടൻ പാടിയ ഒരു 44 ഗാനങ്ങൾ ഒരു 4 മണിക്കൂർ ബൈഹാട്ട് പാടിയ ഒരു 19ാമത്തെ റെക്കോർഡ് അതായിരുന്നു. ഗോപിച്ചേട്ടൻ വഴിയാണ് ഞാൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. സിംഹത്തിന്റെ മടയിലൊക്കെ കണ്ട പോണ മൻസൂറെ, കാരണം ഒരു പ്രത്യേക ടൈപ്പാണെന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്ന് ഗോപിച്ചേട്ടൻ പരിചയപ്പെടുത്തി. മൻസൂറാ എത്ര പാട്ട് അറിയാം, ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. അപ്പൊ എന്നോട് പറഞ്ഞു, എൻ്റെ ഇത്തിരി വ്യത്യസ്തമായ പാട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ യത്തീം സിനിമയിൽ ഏത് പാട്ട്? അപ്പോൾ ഞാൻ പറഞ്ഞ നീലമേഘമാളികയിൽ പാലുളി പൂവിരിപ്പിൽ മൂടുപടം മാറ്റിയിരിക്കും. പെട്ടെന്ന് ഇൻട്രസ്റ്റ് ആയി. കൊള്ളലത് ആരഭിനയിച്ചത്? ഞങ്ങളുടെ സത്താർക്ക. വേറെ പാട്ട് പറഞ്ഞു. പിന്നെ ട്രാക്കിലേക്കാക്കി. പിന്നെ ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു എന്നോട്ട്. പിന്നെ ഓരോ പാട്ടുകൾ വെക്കുന്നത് ഈശ്വടാ ഇവനാള് കൊള്ളല. വേറെ പാട്ടല്ല, എൻ്റെ ഒരു തമാശ പാട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞമ്മറുണ്ട് പട്ടൻ സാറിൻ്റെ കൂടെ അല്ലേ അതേ പാട്ടാ ഞമ്മടെ തനിനിറ സിനിമയിൽ അതൊന്ന് പഠിക്കാന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഒരു പ്രത്യേക ടൈപ്പിലാണ് പാടിക്കുന്ന ശബ്ദം, അതൊന്ന് പാടാം. അപ്പൊ ഞാൻ ഇങ്ങനെ, എന്തുട്ടാണീ പ്രേമമെന്ന് നിനക്കറിയില്ലേ എന്റെ രാധേ പ്രാണനാഥേ, നിന്റെ മന്ദഹാസം കീലുങ്ങും നീ വൃന്ദാവനത്തിൽ വന്ന് മഞ്ഞുകൊള്ളും എന്നരികിൽ നീ വരില്ലേ. അപ്പൊ അവള് പറഞ്ഞു, മറന്നു നടന്ന പാട്ടാണ് എന്ന് പറഞ്ഞു. പിന്നെ ചേട്ടനോട്ട് ഭയങ്കര കമ്പനി. പിന്നെ എന്നോട് സംസാരിക്കും. എന്നോട് പറഞ്ഞു, നിനക്ക് ദൈവം തന്ന അനുഗ്രഹം ഉണ്ടത്, കാണാതോടാന്ന് പറഞ്ഞു. അങ്ങനെ 20 മണിക്കൂറോളം ചേട്ടൻ. പിന്നെ ചേട്ടനോട് അന്നുപോലെ നല്ലൊരു ഇതായിരുന്നു. നമുക്ക് ഒരുപാട് പ്രോത്സാഹനം തരികയും ഒക്കെ തന്നെ. ഞാൻ ജനുവരി 9-ാം തീയതി എടപ്പാടിലെ പ്രോഗ്രാമിന് കേരള സ്റ്റേജിൽ കയറി നിൽക്കുമ്പോഴാണ് ജയേട്ടൻ മരിച്ചു എന്ന് പറഞ്ഞു. ആ ഒരു അവസ്ഥ ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. മുമ്പൊക്കെ ജയന്റെ ആ യൂണിഫോം ഇട്ട് മിമിക്രി കാണിച്ചിരുന്ന ഒരു. അതെ. നസീർ സാറിനെ പോലെ ജയേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കാലത്ത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളും ഭയങ്കര. അദ്ദേഹത്തിന് പിന്നെ ആ ഡയലോഗിലൊരു കുട്ടി കുറക്കലും ഒക്കെ ഭയങ്കര അന്ന് വളരെയധികം മനസ്സിന് സ്പർശിച്ചിട്ടുണ്ട്. സാധാരണ ഇപ്പം നമ്മുടെ ജയൻ ചേട്ടൻ അധികം നീട്ടും പാവൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പ്രത്യേക നോട്ടവും ഭാവത്തിലൊക്കെയാണ് സംസാരിക്കുള്ളൂ. ചേട്ടന്റെ ഒരു സ്ക്രീൻ കറക്റ്റ് നമ്മളിങ്ങനെ ഉള്ളു. ഇതാണോ സുൽത്താന്റെ സാമ്രാജ്യം? എനിക്കിപ്പോൾ ഡ്യൂട്ടി സമയമല്ല, തലയിൽ ഇൻസ്പെക്ടർ തൊപ്പിയില്ല, ദേഹത്ത് കാക്കിക്കുപ്പായുമില്ല, സ്ഥലം പോലീസ് സ്റ്റേഷനുമല്ല,
എന്തു പറയുന്നു? ഇതാണ് ചേട്ടൻ്റെ കറക്റ്റ് അളന്ന് മുറിച്ചൊരു സാധനം. ആരെയാണ് നീ? അപ്പം ഇവിടെ ചേട്ടൻ്റെ ഓർക്കാൻ മനസ്സില്ലാത്തവൻ പെട്ടെന്ന് മറക്കും. അതിരിക്കട്ടെ, നിങ്ങൾ നിലമ്പൂർ കൂപ്പിലെല്ലത്ത് പങ്കെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് എന്ത് വേണം? എങ്കിൽ പറഞ്ഞ വാക്ക് വലിക്കണം. കഴിഞ്ഞ പ്രാവശ്യം മിസ്റ്റർ തരകൻ പറഞ്ഞതുകൊണ്ട് കരിമല കൂപ്പിലേലം ഞാൻ നിങ്ങൾക്ക് തന്നു. ഈ പ്രാവശ്യം ഇതിന് പിന്മാറാൻ നിങ്ങൾക്ക് എത്ര രൂപ വേണം? ഇറങ്ങി പോടാ പുറത്ത്. ഇത് നിങ്ങളുടെ ഓഫീസ്. ഇവിടെ ഞാൻ നിങ്ങളനുസരിക്കുന്നു. നിലമ്പൂർ വരുമല്ലോ, നമുക്കവിടെ വെച്ച് കാണാം.